വിവരമറിഞ്ഞ അസ്നയുടെ ബന്ധുക്കൾ അവിടെ പാഞ്ഞെത്തി. അവർ അവളോട് കരഞ്ഞപേക്ഷിച്ച് തിരികെ വരാൻ കേണപേക്ഷിച്ചു. നിനക്ക് ഭർത്താവില്ലേ, 3 മക്കളില്ലേ, ഇങ്ങനെ ചെയ്യരുത് എന്ന് ഉപദേശിച്ചു. പക്ഷേ പ്രണയത്തിന് അന്ധമായ അസ്നക്ക് അതൊന്നും കേൾക്കാൻ മനസ്സിലായിരുന്നു. ഒടുവിൽ കൂടെയുണ്ടായിരുന്ന പിഞ്ചു കുഞ്ഞിനെ പോലും ഉപേക്ഷിച്ച് ആ യുവാവിനൊപ്പം ജീവിക്കാൻ അവൾ തീരുമാനിച്ചു. കുഞ്ഞിനെ ബന്ധുക്കൾക്ക് ഏൽപ്പിച്ച് അവൾ അവന്റെ കൈപിടിച്ചെറിഞ്ഞു. എന്നാൽ അസ്ന കാത്തിരുന്നത് പോലെ പൂക്കൾ വിരിച്ച വൈകളായിരുന്നില്ല അവനൊപ്പമുള്ള ജീവിതം. തുടങ്ങിയപ്പോഴാണ് അസ്ന ആ സത്യം തിരിച്ചറിഞ്ഞത്. താൻ രാജകുമാരൻ എന്ന് കരുതിയ ആ യുവാവ് ലഹരി മരുന്ന് കേസിലെ പ്രതിയായിരുന്നു. ബാംഗ്ലൂരുവിലെ മയക്കുമരുന്ന് ഇടപാടുകളിലും കഞ്ചാവ് കേസുകളും തലയിൽ പേറുന്ന ഒരു ക്രിമിനൽ. പൊന്നുപോലെ നോക്കിയ ഭർത്താവിനെ ഉപേക്ഷിച്ച് താൻ വന്നത് ഒരു ചതിക്കുയിലേക്കാണെന്ന് അവൾക്ക് ബോധ്യമായി. ബാംഗ്ലൂരിലും മറ്റും ഒളിജീവിതം നയിക്കുന്നതിനിടയിൽ പട്ടിണിയും പരിവട്ടമായി ആ ഫ്ളാറ്റിൽ അവളെ തളച്ചെടുപ്പെട്ടു. ആ ചെറുപ്പക്കാരന്റെ യഥാർത്ഥ മുഖം കണ്ടപ്പോൾ അവൾക്ക് ഭർത്താവിനെയും മക്കളെയും ഓർമ്മ വന്നു. തിരികെ വരണമെന്ന ആഗ്രഹം തോന്നി. അവൾ തന്റെ ഉമ്മയെ ഫോണിൽ വിളിച്ചു. ഉമ്മ, എനിക്ക് വിശക്കുന്നു, എനിക്കൊന്ന് കാണും. അവൾ കരഞ്ഞു പറഞ്ഞു.